ഹലോ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ സുവോളജി ലാബ് പ്രാക്ടിക്കൽ പരീക്ഷയിലെ വെർട്ടിബ്രേറ്റ് ആനിമൽസിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. വെർട്ടിബ്രേറ്റ് ആനിമൽസിൻ്റെ ചോദ്യം വരുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഏതെങ്കിലും ഒരു വെർട്ടിബ്രേറ്റ് ആനിമലിൻ്റെ ഇമേജ് നിങ്ങൾക്ക് ലഭിക്കും. ഈ ഇമേജ് ഈ ചിത്രം നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഇത് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് നിങ്ങൾക്ക് 1/2 മാർക്കാണ് ലഭിക്കുക. അതുപോലെ എക്സാമിനർ ചോദിക്കുന്ന ഒരു ഫീച്ചർ എഴുതുന്നതിന് വീണ്ടും നിങ്ങൾക്ക് 1/2 മാർക്ക് ലഭിക്കും. ആകെ ഈ ഒരു ക്വസ്റ്റ്യൻ ലഭിക്കുന്ന മാർക്ക് 1 മാർക്കായിരിക്കും. എന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു മാർക്ക് സ്കോർ ചെയ്യാനും സാധിക്കും. ഓക്കെ, ഇതിൽ പ്രധാനമായിട്ടും 5 ആനിമൽസാണ് വരുന്നത്. ഇൻവെർട്ടിബ്രേറ്റ്സിനെ പോലെ ഒരുപാട് ആനിമൽസൊന്നും ചോദിക്കില്ല, ആകെ 5 എണ്ണം മാത്രമാണ് വരിക. അപ്പോൾ ഈ 5 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു ചിത്രം എല്ലാവർക്കും കമ്പൾസറി ആയിട്ട് ഷുവറായിട്ട് എക്സാമിൽ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് നിർബന്ധമായിട്ട് നന്നായി ശ്രദ്ധിക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇൻവെർട്ടിബ്രേറ്റ് ആനിമൽസിൽ ഏറ്റവും പ്രധാനമായിട്ടും വരാൻ സാധ്യതയുള്ള ഒന്നാമത്തെ ഓർഗാനിസമാണ് റോഹു. ഓക്കെ, ഈ റോഹു എന്ന ഈ ഒരു ഫിഷിൻ്റെ ചിത്രം നമുക്ക് നൽകും. ഇതിൽ പ്രധാനമായും ചോദിക്കുന്നത് ഒന്ന് ഐഡൻറ്റിഫയിങ് ക്യാരക്ടർ ചോദിക്കാറുണ്ട്. ഐഡൻറ്റിഫയിങ് ക്യാരക്ടർ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു പോയിൻ്റ്, ഞാൻ ഉദ്ദേശിച്ച പോയിൻ്റ് ഇതിൽ വന്നിട്ടില്ല. നമുക്ക് എഴുതാവുന്ന ഒരു സിമ്പിൾ പോയിൻ്റ് ഞാനിവിടെ എഴുതി വെക്കാം. ബോണി ഫിഷാണ്. ഇതൊരു ബോണി ഫിഷാണ് എന്ന് എഴുതിയാൽ മതിയാവും കേട്ടോ. ഓക്കെ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാവുന്ന വേറൊരു പോയിൻ്റാണ് പ്രസൻസ് ഓഫ് സൈക്ലോയിഡ് സ്കെയിൽ. ഇവരുടെ ബോഡിയുടെ പ്രതലത്തിൽ മുഴുവൻ എന്തുണ്ട്? ഈ കാണുന്നത് പോലെ സ്കെയിലുകൾ പ്രസൻ്റാണ്. ഈ സ്കെയിലിനെ വിളിക്കുന്ന പേരാണ് സൈക്ലോയിഡ് സ്കെയിൽ എന്നാണ് നമ്മൾ വിളിക്കുക കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ചില എക്സാമിനേഴ്സ് എന്ത് ചെയ്യും? ഐഡൻറ്റിഫയിങ് ക്യാരക്ടറിന് പകരം എക്കണോമിക് ഇമ്പോർട്ടൻസ് ചോദിക്കും. എക്കണോമിക് ഇമ്പോർട്ടൻസ് ചോദിക്കുന്ന സമയത്ത് വെർട്ടിബ്രേറ്റ് ആയാലും ഇൻവെർട്ടിബ്രേറ്റ്സ് എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ്, അത് നമുക്ക് ഫുഡായിട്ട് ഉപയോഗിക്കുമെങ്കിൽ നമുക്കറിയാൻ പറ്റുമല്ലോ ഇത് ഭക്ഷണമാണോ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ യൂസ്ഡ് ആസ് ഫുഡ് എന്ന് എഴുതിയാൽ മതി. എക്കണോമിക് ഇമ്പോർട്ടൻസിൽ ഭക്ഷ്യയോഗ്യമായ എല്ലാ ജീവികൾക്കും എന്ത് എഴുതിയാൽ മതി? എക്കണോമിക് ഇമ്പോർട്ടൻസ് നമ്മൾ എഴുതിയാൽ മതിയാവും കേട്ടോ. ഓക്കെ, അപ്പോൾ റോഹുവിനെ പറ്റി ചില എക്സാമിനേഴ്സ് എന്ത് ചോദിക്കും? ഐഡൻറ്റിഫയിങ് ക്യാരക്ടർ ചോദിക്കും. ചില ആളുകൾ എക്കണോമിക് ഇമ്പോർട്ടൻസ് ചോദിക്കും. ചിലപ്പോൾ ഒരു ബാച്ചിൽ റോഹു വെച്ചുകൊണ്ട് ഐഡൻറ്റിഫയിങ് ക്യാരക്ടറും അടുത്ത ബാച്ച് വരുന്ന സമയത്ത് ഇതേ ഫിഷിനെ ഉപയോഗപ്പെടുത്തിയിട്ട് എക്കണോമിക് ഇമ്പോർട്ടൻസും നമ്മോട് ചോദിച്ചേക്കാം. ഓക്കെ, രണ്ടാമതായിട്ട് നമുക്ക് വരാൻ സാധ്യതയുള്ളത്, ഓക്കെ, ഇവിടെ ഞാൻ ഉദ്ദേശിച്ച ഒരു ഫിഷ് വന്നിട്ടില്ല ഈ ഒരു PDF-ൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതുകൂടി ഇവിടെ ആഡ് ചെയ്യാണ്. രണ്ടാമത്തായിട്ട് ഷാർക്ക് ചോദിക്കും കേട്ടോ. ഷാർക്കിൻ്റെ ചിത്രം ഇതിലില്ല. ഞാൻ പറ്റുകയാണെങ്കിൽ വീഡിയോൻ്റെ സൈഡിൽ ഇതിവിടെ ആഡ് ചെയ്യാൻ പറ്റും, ശ്രമിക്കുന്നുണ്ട് ചിത്രം. ഓക്കെ, ഷാർക്ക്, സ്രാവിലെ ഈ സ്രാവിനെ പറ്റി ചോദിക്കാറുണ്ട്. സ്രാവിനെ പറ്റി ചില സമയത്ത് ഐഡൻറ്റിഫയിങ് ക്യാരക്ടർ ചോദിക്കും. ഐഡൻറ്റിഫൈ ക്യാരക്ടർ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാം എന്ത്? കാർട്ടിലേജിനസ് ഫിഷാന്ന് എഴുതിയാൽ മതി കേട്ടോ. കാർട്ടിലേജിനസ് ഫിഷാന്ന് എഴുതിയാൽ മതി. ഇനി ഷാർക്കിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ചോദിച്ചാലോ, അത് യൂസ്ഡ് ആസ് ഫുഡ്സ്, ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഷാർക്കിൻ്റെ ഞാൻ അഡീഷണൽ ഇവിടെ ചേർത്തതാണ്. നമ്മുടെ PDF-ൽ അത് നിലവിൽ കാണുന്നില്ല. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഒന്നാമതായി നമ്മൾ പറഞ്ഞത് റോഹു ആണ്. രണ്ടാമതായി വരുന്നതാണ് ഷാർക്ക്. ഓക്കെ, മൂന്നാമതായി നമുക്ക് വരാറുള്ള ഒന്നാണ് ഫ്രോഗാണ് വരാറുള്ളത്. ഫ്രോഗിൻ്റെ ചിത്രം ഇവിടെ കാണുന്നുണ്ട്. ഫ്രോഗിനെ പറ്റി ചോദിക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും ചോദിക്കുന്ന ഒന്നാണ് ഐഡൻറ്റിഫയിങ് ക്യാരക്ടർ. ഓക്കെ, ചില സമയത്ത് ഐഡൻറ്റിഫയിങ് ക്യാരക്ടർ ചോദിക്കുക. നമുക്ക് എഴുതാൻ പറ്റും ഫ്രോഗിൻ്റെ ബോഡിൻ്റെ പ്രത്യേകത. ബോഡി ഈസ് ഡിവൈഡഡ് ഇൻറ്റു ഹെഡ് ആൻഡ് ട്രങ്ക് അല്ലേ? ബോഡിക്ക് 2 ഭാഗമുണ്ട്. ഇത് ഹെഡാണ്, ഇത് ട്രങ്കാണ്. ഇങ്ങനെ 2ആയി ഡിവൈഡ് ചെയ്തിരിക്കുന്നു എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് 1/2 മാർക്ക് ലഭിക്കും. എന്നാൽ ചില എക്സാമിനേഴ്സ് ഇതിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ചോദിക്കാറുണ്ട്. എക്കണോമിക് ഇമ്പോർട്ടൻസ് ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഫ്രോഗ് നമ്മളെ നാട്ടിലൊന്നും ഭക്ഷണമായിട്ട് ഉപയോഗിക്കാറില്ലെങ്കിലും ചില രാജ്യങ്ങളിലൊക്കെ എന്താണ് ഫുഡായിട്ട് ഉപയോഗിക്കുന്നത്. ഏത് ജീവി എക്കണോമിക് ഇമ്പോർട്ടൻസ് ചോദിക്കുന്ന സമയത്ത് ആ ജീവിയെ ഭക്ഷിക്കാറുണ്ടെങ്കിൽ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ഫുഡ് എന്ന് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, ഇനി ചോദിക്കാറുള്ള വേറൊന്നാണ് അഡാപ്റ്റേഷൻ ചോദിക്കും. അനുകൂലനങ്ങൾ. ഈ ഫ്രോഗിന് ഉള്ള ഒരു അഡാപ്റ്റേഷനാണ് ഈസ്റ്റിവേഷൻ ഇൻ ഡ്രൈ സീസൺ. വേനൽക്കാലത്തൊക്കെ അല്ലെങ്കിൽ ചൂട് കൂടുതലുള്ള കാലത്ത് ഇത് ഈസ്റ്റിവേഷൻ അല്ലെങ്കിൽ സമ്മർ സ്ലീപ്പിന് പോവാറുണ്ട്. ആ സമയത്ത്
ഫ്രോഗ് സാധാരണ ലൈഫിലെ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാതെ അതെന്ത് ചെയ്യും, പിന്നെ സമ്മർ സ്ലീപ്പിലേക്ക് പോകാറുണ്ട്. ആ ഒരു പോയിൻ്റ് എഴുതിയാൽ മതി. അപ്പോൾ ഫ്രോഗിൻ്റെ കാര്യത്തിൽ ഒരു ഐഡൻറ്റിഫയിങ് ക്യാരക്ടർ പഠിക്കണം, ഒരു എക്കണോമിക് ഇമ്പോർട്ടൻസ് പഠിക്കണം, ഒരു അഡാപ്റ്റേഷനും പഠിക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ഒരു ജീവിയാണ് ഗാർഡൻ ലിസാർഡ്. ഗാർഡൻ ലിസാർഡിൻ്റേത് സാധാരണ ചോദിക്കാറുള്ളത് ഐഡൻറ്റിഫയിങ് ക്യാരക്ടറാണ് അധികവും ചോദിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഐഡൻറ്റിഫയിങ് ക്യാരക്ടറായിട്ട് നമുക്ക് എഴുതാൻ പറ്റിയ ഡ്രൈ സ്കിന്നാണ്. ഡ്രൈ സ്കിന്നാണ് ഇവർക്ക്, ഡ്രൈ സ്കിൻ വിത്ത് സ്കെയിൽ. ഓക്കെ, അതാണ് ചോദിക്കുക. രണ്ടാമതായിട്ട് ഇതിൻ്റെ അഡാപ്റ്റേഷൻ ചോദിക്കുകയാണെങ്കിൽ എബിലിറ്റി ടു ചേഞ്ച് കളർ, ബോഡി കളറ് മാറ്റാനുള്ള കഴിവുണ്ട്. ഇങ്ങനെ മാറ്റാനുള്ള ഈ കഴിവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോമോഫ്ലേജ് എന്നാണ് നമ്മൾ വിളിക്കുക. അതുപോലെ തന്നെ മൂന്നാമതായി ചോദിക്കുക ഇതിൻ്റെ ഒരു എക്കണോമിക് ഇമ്പോർട്ടൻസ് ചോദിച്ചേക്കാം. അതിൻ്റെ സാമ്പത്തിക പ്രാധാന്യം എന്ന് പറഞ്ഞാൽ നമുക്കുള്ളൊരു ഈ ജീവിയെ കൊണ്ടുള്ള നമ്മൾ മനുഷ്യന്മാർക്കുള്ളൊരു ബെനഫിറ്റാണ് ചോദിക്കുക. ഇറ്റ് ഹെൽപ്സ് ടു കൺട്രോൾ ഇൻസെക്റ്റ്, പ്രാണികളെ, പെസ്റ്റുകളെ, കീടങ്ങളെയൊക്കെ ഇത് നശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്തൊക്കെ കീടങ്ങളെ പെസ്റ്റുകളുടെ എണ്ണം കുറക്കാൻ വേണ്ടി ഇയാൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. നാലാമതായിട്ട് വരാൻ സാധ്യത പിജിയൻ ആണ്. പിജിയൻ്റെ ഫോട്ടോ ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. പിജിയൻ്റെ പ്രത്യേകത ഇതൊരു ബേർഡാണ്. അപ്പോൾ ചോദിക്കുക ബേർഡ്സിന് സഹായിക്കുന്ന അഡാപ്റ്റേഷൻ ചോദിച്ചേക്കാം. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ പ്രസൻസ് ഓഫ് വിങ്സ് അല്ലേ, അത് എഴുതിയാൽ മതി. നിങ്ങൾ വളരെ സിമ്പിളാക്കി എഴുതുമ്പോൾ വിങ്സ് പ്രസൻ്റ് ആണ്, ചിറകുകളുണ്ട് എന്ന് മാത്രം എഴുതിയാൽ മതി, നിങ്ങൾക്ക് ആ ഫുൾ മാർക്ക് കിട്ടും. ഇനി പിജിയൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ഫുഡ്സ്, അത് ഭക്ഷണമായിട്ടും ഉപയോഗപ്പെടുത്തുന്ന ഒരു ജീവിയാണ്. ഓക്കെ, ഇനി ലാസ്റ്റ് 6th വണ്ണാണ് റാബിറ്റ്. റാബിറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ളൊരു ജീവിയാണ്. അതിൻ്റെ ഫീച്ചേഴ്സ് ചോദിച്ചാൽ നമുക്ക് ഇഷ്ടം പോലെ എഴുതാൻ സാധിക്കും. ഒന്ന് ചോദിക്കുക ഐഡൻറ്റിഫയിങ് ക്യാരക്ടറാണ്. ഐഡൻറ്റിഫയിങ് ക്യാരക്ടറെ എഴുതാൻ നമുക്ക് എന്തുള്ള പിന്നെ ബോഡി ഈസ് കവേർഡ് ബൈ വൈറ്റ് സോഫ്റ്റ് ഹെയർസ്, ശരീരത്തിൽ നിന്നുണ്ട് വെള്ള നിറത്തിലൊക്കെ ഉള്ള സോഫ്റ്റായ രോമങ്ങളുണ്ട്. അത് നമുക്ക് ഐഡൻറ്റിഫയിങ് ക്യാരക്ടർ എഴുതാൻ സാധിക്കും. അതുപോലെ തന്നെ പിന്നെ പൊതുവേ ചോദിക്കാറുള്ളത് എക്കണോമിക് ഇമ്പോർട്ടൻസ് ചോദിക്കും. അത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ഫുഡ് എന്ന് എഴുതിയാലും മതിയാവും. അപ്പോൾ ഇത്രയും 6 ജീവികളാണ് വെർട്ടിബ്രേറ്റ്സിൻ്റെ സെഷനിൽ നമ്മോട് ചോദിക്കുക. അപ്പോൾ ഇതെല്ലാവരും പ്രത്യേകമായി നോട്ട് ചെയ്യുക. രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് 1 മാർക്കിനാണ് ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോസ് വാച്ച് ചെയ്തതിന് നന്ദി അറിയിക്കുകയും അതുപോലെ തന്നെ ഈ ഒരു PDF നമുക്ക് ലഭിച്ചിരിക്കുന്നത് ബാങ്ക് ഓഫ് ബയോളജി എന്ന വെബ്സൈറ്റിൽ നിന്നാണ്. ആ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത അധ്യാപകനുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു. നിങ്ങളുടെ കൂട്ടുകാർക്കും സഹപ്രവർത്തകർക്കൊക്കെ ഷെയർ ചെയ്യുക. അവർക്കൊക്കെ മികച്ച മാർക്കുകൾ സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ എന്നുകൂടി പ്രാർത്ഥനയോടെ നിർത്തുന്നു. നമസ്കാരം.